ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. ശ്ലോകം 39. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണം കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ നിലേന ച. എപ്പോഴും പൂർണ്ണമാവാത്തതും എന്തു കിട്ടിയാലും തൃപ്തിപ്പെടാത്തതുമായ ആശാരൂപത്തോടു കൂടിയ തൃഷ്ണ ജ്ഞാനിയുടെ നിത്യശത്രുവാണ്. ആ തൃഷ്ണ ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. ഇന്ദ്രിയാണി മനോബുദ്ധി രസ്യാധിഷ്ഠാനമുച്യത്തെ ഏതൈർവിമോഹൈത്യേഷാം ജ്ഞാനമാവൃത്യ ദേഹിനം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളാകുന്നു. അവയെക്കൊണ്ട് ജ്ഞാനത്തെ മറച്ച് കാമം ജീവനെ മോഹിപ്പിക്കുന്നു. തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭാം പാത്മാനം പ്രജഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അർജുന, അതുകൊണ്ട് നീ ആദ്യമായി ഇന്ദ്രിയങ്ങളെ കീഴടക്കിയിട്ട് ആത്മജ്ഞാനത്തെയും ശാസ്ത്രജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പാപപൂർണമായ കാമത്തെ നിഗ്രഹിച്ചാലും. ഇന്ദ്രിയാണി പരണ്യാഹുരിന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർയോഭ്യതേ പരതസ്തു സാ. ഇന്ദ്രിയങ്ങൾ ശരീരത്തിൽ ഉത്കൃഷ്ടങ്ങളാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടം മനസ്സാണ്. മനസ്സിനേക്കാൾ ബുദ്ധി ഉത്കൃഷ്ടമാണ്. ബുദ്ധിയേക്കാൾ ഉത്കൃഷ്ടമാണ് ആത്മാവ്. ഏവം ബുദ്ധേഹ പരം ബുദ്ധ്വാം സംസ്ഥഭ്യാത്മാനമാത്മനാ ജേഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. ഇങ്ങനെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതിനെ അറിഞ്ഞ് ബുദ്ധിയാൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തി അടക്കുവാൻ വയ്യാത്ത അത്ര ഘോരവും കാമസ്വരൂപവുമായ ശത്രുവിനെ വധിച്ചാലും. കർമ്മയോഗം എന്ന 3-ാം അധ്യായം സമാപ്തം.